ഹായ്, എല്ലാവർക്കും ടുക് ടു കുക്കിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ്. ഈ ക്യാപ്പൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് എന്തോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ എന്തെന്നെയായിരിക്കും സ്പെഷ്യൽ? കേക്ക് തന്നെ. അപ്പൊ ഒരു അടിപൊളി പ്ലം കേക്കുമായിട്ടാണ് ഇന്നത്തെ വരവ്. ഇത് നോർമൽ പ്ലം കേക്ക് അല്ല, ഒരുപാട് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടുള്ള നല്ല റിച്ച് ലുക്ക് ഉള്ള ഒരു ഫ്രൂട്ട് റിച്ച് പ്ലം കേക്ക് ആണ്. നമുക്ക് വീഡിയോയിലോട്ട് പോണേ മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ഷീനി ഇവിടെ ഒരു അടിപൊളി പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ദിവസമായിട്ട് അതിന്റെ പുറകെയായിരുന്നു. അപ്പൊ സംഭവം ഏകദേശം സെറ്റായി ഒരു കംപ്ലീറ്റ് സെറ്റായ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ പുൽക്കൂടം ഒന്ന് കണ്ടു നോക്കിയാലോ, എന്നിട്ട് നമുക്ക് തിരിച്ച് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ എല്ലാവർക്കും എന്റെ കൊച്ചു പുൽക്കൂട്ടിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് റിച്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിനായി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ട്യൂട്ടി ഫ്രൂട്ടി, ചെറി, ഡേറ്റ്സ് ആൻഡ് റേസിൻസ്. ഇതിനോട് കൂടെ തന്നെ കുറച്ച് ഓറഞ്ച്, ഞാൻ ഇവിടെ ഒരു 3 ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ജ്യൂസ് ആക്കി എടുത്ത് ഇതിൻ്റെ ജ്യൂസിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് 1 മണിക്കൂറോളം ഇട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ടാണ് ഈ ഓറഞ്ച്. നമ്മൾ ആ ഓറഞ്ചിൽ നിന്ന് എടുത്ത ജ്യൂസാണിത്. ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് 1 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അടുത്ത് നമ്മൾ കേക്കിന് വേണ്ട കാരമലാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനായി ഒരു പാൻ ചൂടാക്കി 1 കപ്പ് പഞ്ചസാര, ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കപ്പ് പഞ്ചസാരയാണ് എടുത്ത് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. അപ്പോൾ ഈ പഞ്ചസാര ഉരുകി ഇപ്പോൾ ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ കാരമൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പഞ്ചസാരയും ഉരുകി കഴിഞ്ഞാൽ ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരമൽ കട്ടിയാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അതിൽ നിന്ന് മാറ്റി വയ്ക്കാം.
എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബൗളിലേക്ക് 3 മുട്ട എടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു ബൗള് ഷുഗർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഷുഗർ ആഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിലേക്ക് ഗ്രാമ്പു, അതേപോലെ കറുവപ്പട്ട, ഏലക്ക പൊടിച്ചതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സിങ് വളരെ കറക്റ്റായിരിക്കണം. മിക്സിങ് ഈ കേക്കിൻ്റെ ഒരു മെയിൻ പാർട്ടാണ്. അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു ഓറഞ്ചിൻ്റെ തൊലിയുടെ ഒരു കഷ്ണം, അതിൻ്റെ വെള്ള ഭാഗം കളഞ്ഞിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സിലേക്ക് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഇതിനോടുകൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമലും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഈ മിക്സിൻ്റെ തിക്നെസ് ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ഭയങ്കര ലൂസായി പോരുത്, കുറച്ച് കട്ടി ഉണ്ടായിരിക്കണം. ഇതിപ്പോൾ ബേക്ക് ചെയ്യാൻ പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇത് നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പേപ്പർ ട്രേ ആണ്. ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടോ അല്ലാതെ വെക്കാതെയോ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാഷ്നട്ട്സും ബദാമും ടോപ്പിലിട്ട് കൊടുക്കാം. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഓവൻ ഇല്ലാതെ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ പറയാനുള്ളത്, പ്രീഹീറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. ഞാനിത് 160 ഡിഗ്രിയിൽ 1.25 മണിക്കൂറാണ് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ തയ്യാറാക്കി വന്ന കേക്ക് നല്ല ഷേപ്പില് കറക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്കിനി ഇത് കട്ട് ചെയ്താലോ? കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷം. ശനി ഉണ്ടാക്കിയ കേക്ക്, ശനി ഉണ്ടാക്കിയ പുൽക്കൂട്, ഞാനെടുത്ത വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ഇതാണ് ഞങ്ങളുടെ കൊച്ചു ക്രിസ്മസ് ആഘോഷം. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഞങ്ങളുടെ കേക്കും അതുപോലെ തന്നെ പുൽക്കൂടും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
അപ്പൊ മറ്റൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. ഹായ്, എല്ലാവർക്കും കുക്കിന്റെ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്രിസ്മസ് ആഘോഷം. വേണ്ടല്ലേ തൊപ്പി ചട്ടി കഴുത്തിയ പോലെ മുടി. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓണാഘോഷം വീഡിയോ. അതൊന്നുകൂടെ പറയാം. എവിടെ എടുക്കണേ? അല്ല ഇടയ്ക്ക് ഒന്നുകൂടെ എടുത്തോ, ഒന്ന് ഫുൾ എടുക്കാം, ആവശ്യമുള്ള എടുക്കാമല്ലോ. ഇതാണ് ഞങ്ങളുടെ കൊച്ചു ക്രിസ്മസ് ആഘോഷം. ഇത് നോർമൽ പ്ലം കേക്ക് അല്ല, ഇത് പ്ലം കേക്കിന്റെ കൂടെ മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ട. അപ്പോ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കിയ കൊച്ചു പുൽക്കൂടിലേക്ക് ഞാനിവിടെ ഓഫ് ചെയ്യാൻ പോയ സമയത്ത് അത് എഡിറ്റ് ചെയ്യാം.